ഗുഡ് മോർണിംഗ് എവരും. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ, അല്ലെ? യേശുവിനായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, യേശു വഴിയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവരാണ്. അതായത് നമ്മളുടെ ജീവിതത്തിന് ഒരൊറ്റ പർപ്പസ് മാത്രമേ ഉള്ളൂ, യേശുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് മാത്രം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന മൊത്തം യേശുവിൽ നിന്നുള്ളതാണെങ്കിൽ പിതാവായ നമ്മുടെ ദൈവത്തെ നമുക്ക് വാഴ്ത്തുന്നവരായിരിക്കാം, നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കാം, അല്ലെ? കാരണം ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഇനിയോട്ട് കിട്ടാനും പോകുന്നില്ല. നമ്മുടേതായിട്ട് എന്ന് പറയാനായിട്ട് നമുക്ക് ഒന്നുമില്ല. എല്ലാ നല്ല കാര്യങ്ങളും യേശുവിൽ നിന്ന് മാത്രമായിട്ട് വരുന്നു, അല്ലെ? ദുഷ്ടൻ കൊണ്ടുവരുന്ന കാര്യത്തിൽ പോലും നമ്മളെ അതിൽ നിന്നെല്ലാം കരകയറ്റുന്ന യേശുക്രിസ്തു തന്നെയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാം അവനിൽ നിന്നാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നന്ദിയുള്ള വ്യക്തികളായിരിക്കാം, അല്ലെ? ദൈവം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു, നന്ദിയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി. നന്ദിയുള്ളവരാണോ നമ്മൾ എന്നും, നമ്മൾക്ക് യേശുവുമായിട്ട് എന്തെങ്കിലും പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നും അറിയുന്നതിന് വേണ്ടി. മിക്കവാറും ആൾക്കാർക്ക്, അല്ലെ, യേശുവിലാന്ന് പറയും, ക്രിസ്ത്യൻസാന്ന് പറയും, ദൈവത്തിന്റെ മക്കളാന്ന് പറയുകയൊക്കെ ചെയ്യുന്ന മിക്കവാറും ആൾക്കാർക്ക് ദൈവമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പും ഒരു റിലേഷൻഷിപ്പും ഉള്ള വ്യക്തികളല്ല, അല്ലെ? എല്ലാവരും ചർച്ചിൽ പോകുന്നുണ്ട്, അതൊക്കെ വാസ്തവം. പക്ഷെ എത്ര പേർക്കുണ്ട്, അല്ലെ, ഒരു ദൈവമായിട്ടൊരു ബന്ധം, ഒരു ആത്മബന്ധം എത്ര പേർക്കുണ്ട്? അപ്പോൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം മുമ്പോട്ട് പോകും. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. നന്ദി പിതാവേ കർത്താവ്, അങ്ങയുടെ വചനത്തിനായിട്ട്, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട്, അങ്ങയുടെ കരങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് കർത്താവ്, ലോഡ് ഫാദർ, ഞങ്ങളെ വഴി നടത്തുന്നതിനായിട്ട് എല്ലാത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്നും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നുള്ളതിനായിട്ട് നന്ദി പറഞ്ഞു. അങ്ങയുടെ മകൻ വഴി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിതാവെ, അങ്ങയുടെ മകനെ സ്നേഹിക്കാൻ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മകന്റെ കാൽക്കയിൽ വെക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട്, യേശു അങ്ങനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിതമായിരിക്കട്ടെ ഞങ്ങൾക്കുള്ള. യേശുവിന്റെ നാമത്തിൽ നിന്ന് സംസാരിക്കണമേ പിതാവേ, ഞങ്ങളോട് സംസാരിക്കണ കർത്താവ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണമേ. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ചെവികളെ തുറക്കണമേ. അങ്ങ് എന്താണ് പറയുന്നതെന്ന്, എന്താണ് അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സംസാരിക്കണമേ ഞങ്ങളോട്, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ നമുക്കിന്ന് 50-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകും. നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന സങ്കീർത്തനമാണ്, പക്ഷെ അത് പിന്നെ നമുക്കൊന്ന് വായിച്ച് പറഞ്ഞു പോകും. അപ്പോൾ 50-ാമത്തെ സങ്കീർത്തനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഈ ലോകത്തെയല്ല ഭൂമിയെയും ആകാശത്തെയും വിളിക്കുകയാണ് ദൈവത്തിന്റെ മക്കളെ ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ നമുക്കറിയാം, പത്രോസിന്റെ അകത്ത്, 1-ാമത്തെ പത്രോസ് 4-ാമത്തെ ചാപ്റ്ററിന്റെ അകത്ത് പത്രോസ് വഴി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജഡ്ജ്മെന്റ്, അല്ലെ, ദൈവം ജഡ്ജ്മെന്റ് സ്റ്റാർട്ടാക്കുന്നത് ദൈവത്തിന്റെ ഗൃഹത്തിൽ നിന്ന് തന്നെയാണ്, അല്ലെ? അപ്പോൾ ന്യായവിധി സ്റ്റാർട്ടാകുന്നത് ദൈവത്തിന്റെ ഗൃഹത്തിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 50-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിച്ചു പോകുമ്പോൾ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ വന്ന്, ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോണിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. അവന്റെ മുന്നിൽ തീ ദഹിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. യാഗം കഴിച്ചു എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എന്നെ അടുക്കൽ വരുവിൻ. അപ്പോ 4 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ മക്കളെ ന്യായം വിധിക്കുന്നതിന് വേണ്ടി, അല്ലെ? ഔട്ട് ഓഫ് സയൻ ദ പെർഫെക്ഷൻ ഓഫ് ബ്യൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവം ഷൈൻ ഫോർത്ത് ചെയ്യുകയാണ്, അല്ലെ? സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോണിൽ ദൈവം പ്രകാശിക്കുന്നു. നമ്മളുടെ ദൈവം നമ്മളെ വിളിക്കുകയാണ്, അല്ലെ? നമ്മൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി, എന്ന് വെച്ചാൽ നമ്മളെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി സംസാരിക്കുന്നതല്ല, നമ്മൾ കറക്റ്റ് ചെയ്യണം, അല്ലെ? കാരണം സ്വന്തം ചങ്കിലെ ചോര കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത്. ഒരാൾ പോലും നശിച്ചു പോകണമെന്ന് ദൈവത്തില്ല. നമ്മളെ ന്യായം വിധിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് സ്നേഹം കൊണ്ട് മാത്രമാണ്. അപ്പൊ ദൈവം ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആകാശത്തെ ഭൂമിയെ വിളിക്കുന്നത് നമ്മൾക്ക് എതിരായിട്ട് നിൽക്കുന്നതുകൊണ്ട്, വിറ്റ്നസ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടി, അല്ലെ? അപ്പൊ മനുഷ്യരെ തന്നെ വിളിക്കുവാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയും, ആ മനുഷ്യൻ കള്ളത്തരം പറഞ്ഞു, എനിക്ക് എതിരായിട്ട് കള്ളത്തരം പറഞ്ഞു, അല്ലെ? ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അയാൾ പറയുന്ന മൊത്തം കള്ളത്തെ, ദൈവം ഇതൊന്നും വിശ്വസിക്കാൻ പോകരുത്. പക്ഷെ ആകാശ ഭൂമിയും കള്ളത്തരം പറയത്തില്ല. കാര്യം വെച്ചാൽ അവർക്ക് ആരോടും ഒരു ഫേവറിറ്റിസവും കാര്യങ്ങളൊന്നുമില്ല, അല്ലെ? അവരാർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യത്തില്ല, ആരോടും സപ്പോർട്ട് ചെയ്യത്തില്ല, ദൈവത്തിന് ഒഴികെ. ദൈവത്തെ മാത്രം അവർ സപ്പോർട്ട് ചെയ്യത്തില്ല, അവര് ക്രിയേറ്ററിനെ മാത്രം സപ്പോർട്ട് ചെയ്യത്തില്ല, ബാക്കി ഒന്നിനെ അവർ സപ്പോർട്ട് ചെയ്യത്തില്ല, അല്ലെ? അപ്പോ ദൈവം ഇങ്ങനെയാ, എന്താ പറയുക, ആകാശത്തെ ഭൂമിയെ വിളിക്കുന്നത്. ഇപ്പൊ 5-ാമത്തെ വാക്കോട്ട്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്യുന്നവരായി എൻ്റെ വിശുദ്ധന്മാരെ
എന്റെ അടുക്കൽ കൂടുവൻ. ദൈവം തന്നെ ന്യായാധിപതി ആയിരിക്കയാൽ ആകാശം അവന്റെ നീതിയെ ഘോഷിക്കുന്നു. സെല. സെല എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് ചിന്തിക്കുക എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പം യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തിരിക്കുന്നത്. അപ്പൊ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ നിയമത്തിന്റെ അടിയിൽ വരുന്ന വ്യക്തികൾ. അപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അവർക്കായിട്ടുള്ള നിയമങ്ങളുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ന്യൂ കവനന്റ് അല്ലെ, നമ്മളോട് ദൈവം ഒരു കവനന്റ് വെച്ചിരിക്കുകയാണ് യേശുക്രിസ്തു വഴി അല്ലെ. പിതാവിന് കവനന്റ് ഉള്ളത് യേശുക്രിസ്തുവിനോടാണ്, നമ്മളോട് മനുഷ്യരോടല്ല. അപ്പൊ യേശുക്രിസ്തു മനുഷ്യർ റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പിതാവ് യേശുവുമായിട്ട് വെച്ചിരിക്കുന്ന കവനന്റെ പാർട്ടായിട്ട് നമ്മളും കൂടുകയാണ് അല്ലെ. അപ്പോ എന്താ പറയണേ, ആ കവനന്റ് പാലിക്കാൻ കഴിവുള്ളത് യേശുക്രിസ്തുവിന് മാത്രമാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ ആർക്കും തന്നെ ദൈവം വെച്ചിരുന്ന കവനന്റ് പാലിക്കാൻ സാധിക്കുന്ന വ്യക്തികളായിരുന്നില്ല. അപ്പൊ അത് ദൈവത്തിന് അറിയാം. കാരണം വെച്ചാല് എന്താ പറയണേ, ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ലോ ഒക്കെ കൊടുത്തിരുന്നത് അത് മനുഷ്യർക്ക് സാൽവേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയൊന്നുമല്ല, പക്ഷെ മനുഷ്യരുടെ ഉള്ളിൽ പാവമുണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പൊ ഒരു പുതിയ ഒരു ഓർഡർ വന്നിരിക്കുന്നു. ന്യൂ കവനന്റിലേക്ക് വന്നിരിക്കുമ്പോഴേക്കും മെൽക്കിസദേക്കിന്റെ ഓർഡറിലുള്ള ഒരു ഹൈ പ്രീസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ആരോണിക്ക് പ്രീസ്റ്റ്ഹുഡ് അതൊക്കെ പോയി. ഇപ്പൊ മെൽക്കിസദേക്കിന്റെ ഓർഡറിലുള്ള ഒരു ഹൈ പ്രീസ്റ്റ്, രാജാവിനെയും ഹൈ പ്രീസ്റ്റിനെയും കിട്ടിയിരിക്കുകയാണ് യേശുക്രിസ്തു. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഇനി ഇവിടെ 7 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ പറ്റി ദൈവം പറഞ്ഞെങ്കിൽ ബാക്കി താഴേക്കുള്ളത് വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്റെ മക്കളെ ഇവിടെ 2 കാറ്റഗറിപ്പെട്ടവരായിട്ട് കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറിയെ പറ്റി പറയുവാണെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുക, പക്ഷെ ദൈവമായിട്ട് ഒരു മാനസികമായിട്ട് അടുപ്പമില്ല, ദൈവമായിട്ട് ഹൃദയപരമായിട്ട് യാതൊരു അടുപ്പവും ഇല്ലാതെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അതിന്റെ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ എഫേസസ് ചർച്ചിലെ ആൾക്കാർ, അവര് ദൈവത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, പക്ഷെ അവരുടെ ആ ആദ്യത്തെ സ്നേഹം, ദൈവത്തോടുണ്ടായിരുന്ന ആദ്യത്തെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ളപ്പോ ആദ്യത്തെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ദൈവത്തിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന മൊത്തം മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ചർച്ചിൽ സൺഡേ പോവുക എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ആരാധനയ്ക്ക് കൂടുക എന്നുള്ളത് നമ്മള് അതൊരു വെറും മതപരമായിട്ടുള്ള കാര്യമായി തീരും. നമ്മളുടെ ഉള്ളിൽ ദൈവത്തോട്, യേശുവിനോടുള്ള അടുപ്പമില്ലെങ്കിൽ, യേശുവിനോടുള്ള സ്നേഹമില്ലെങ്കിൽ, അത് വെറുതെ എല്ലാം ചർച്ചിൽ പോയി ഞാനും പോകുന്നു അല്ലെ, അങ്ങനെ ഒരു അവസ്ഥയായിപ്പോ. അപ്പൊ നമുക്ക് ഒരു വലിയൊരു അപകടകരമായിട്ട് കാര്യം. നമ്മൾ വിചാരിക്കും ആ സേറ്റൻ അത് ഉപയോഗിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവമായിട്ട് നല്ല ബന്ധത്തിലാണ്. നമ്മൾ ചർച്ചിലേക്ക് പോകുന്നുണ്ട്, നമ്മൾ ആരാധന എന്താ പറയുക കൂടുന്നുണ്ട്, കർത്തൃമേശയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാം കറക്റ്റാ. നമ്മുടെ കോട്ടേജ് മീറ്റിംഗിൽ നമ്മൾ വെക്കുമ്പോൾ പോകുന്നുണ്ട്, ഫാസ്റ്റിംഗ് പ്രയർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, വാസ്തവം. പക്ഷെ എല്ലാവരും പോകുന്നുണ്ട്, നമ്മളും പോകുന്നുണ്ട്, നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബന്ധമില്ലാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അല്ലെ, ദൈവമായിട്ടൊരു ബന്ധമില്ലാതിരിക്കുന്ന അവസ്ഥയാണ്. ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് എപ്പോഴാണ് കാണുന്നറിയാമോ? ദൈവം പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിരിക്കും. ദൈവത്തോട് ബന്ധമുള്ള ആൾക്കാർ ദൈവം പറഞ്ഞല്ല അതുപോലെ അനുസരിക്കും. ബന്ധമില്ലാത്ത ആൾക്കാർ ചർച്ചിലൊക്കെ പോകും, പക്ഷെ അനുസരിക്കത്തില്ല അല്ലെ. അപ്പൊ ദൈവം അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയാണ് ആദ്യത്തെ 7 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ പറഞ്ഞു. ഇപ്പൊ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ ജനമേ കേൾക്ക്, ഞാൻ സംസാരിക്കും, ഇസ്രയേലെ അല്ലെ. ഇപ്പൊ ദൈവം ഇവിടെ ഇസ്രയേലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, പക്ഷെ നമ്മളും സ്പിരിച്വൽ ആയിട്ടുള്ള ഇസ്രയേലിന്റെ പാട്ടായിട്ടാണ് വരുന്നത് അല്ലെ. എന്റെ ജനമേ എന്ന് വിളിക്കുമ്പോൾ അല്ലെ, നമ്മളും നമ്മളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ചർച്ചിൽ പോകുന്ന ആൾക്കാരെ പറ്റി, യേശുക്രിസ്തുവിലായിരിക്കുന്ന ആൾക്കാരെ പറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിലായിരിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല, യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്ന ആൾക്കാരെ പറ്റി കൂടെ പറഞ്ഞിരിക്കുന്നത്. എന്റെ ജനമേ കേൾക്ക്, ഞാൻ സംസാരിക്കും, ഇസ്രയേലെ ഞാൻ നിങ്ങളോട് സാക്ഷീകരിക്കും, ദൈവമായ ഞാൻ നിന്റെ ദൈവം ആകുന്നു അല്ലെ. ദൈവമാണ്, അത് വാസ്തവം. അത് തന്നെ നമ്മളുടെ ദൈവവും കൂടെയാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ലോർഡും കൂടെ, നമ്മുടെ മാസ്റ്ററും കൂടെയാണ് എന്നുള്ള കാര്യം. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ദ ലോർഡ് ജീസസ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ലോർഡ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഉടമസ്ഥൻ എന്നുള്ളതാണ് അല്ലെ. ദൈവം നമ്മുടെ ഉടമസ്ഥനാണോ, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ പറയുന്നത് വെച്ചാല് എന്റെ ദൈവമേ കേൾക്ക, ഞാൻ സംസാരിക്കും, ഇസ്രയേലെ ഞാൻ നിന്നോട് സാക്ഷീകരിക്കും, ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ
പുരുഷന്മാരെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളെ എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിന്റെ നിറവും എന്റെയല്ലേ. ഞാൻ കാളയുടെ മാംസം തിന്നുമോ? കൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിനു സ്തോത്രയാഗം അർപ്പിക്ക. അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്ക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇവിടെ ദൈവം പറയുക, ഞാൻ നിന്റെ ഹനനയാഗത്തെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നു. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എന്റെ മുമ്പിലുണ്ട്. നിന്റെ ഹനനയാഗവും നിന്റെ ഹോമയാഗവും നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്റെ മുമ്പിലുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ നിന്നെ വഴക്ക് പറയുന്നില്ല. നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്യുന്നു. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ റിച്വലിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നീ ഇത് എനിക്കൊരു യാഗം കഴിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ട് അങ്ങ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കലി ഒരു റോബോട്ടിക് ആയിട്ട് അങ്ങ് ചെയ്യുകയാണ്. പക്ഷെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹവുമില്ല ദൈവത്തോട്. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഒരു ബന്ധവുമില്ല ദൈവത്തോട്. അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണ് പോകുന്ന വ്യക്തികളായിരിക്കും. ലവോഡിഷ്യൻ ചർച്ചുകാർ പറഞ്ഞിരിക്കുന്ന അവരെ പറ്റി ലൂക്കോവാമായിരിക്കുക അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ചൂടുമല്ല തണുപ്പും അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുക. എഫേഷ്യരോട് പറഞ്ഞിരിക്കുക, നിന്റെ ആദ്യത്തെ സ്നേഹമേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് എഫേഷ്യ ചർച്ചൊക്കെ ദൈവത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് താനും അല്ലെ, ഒരുപാട് ദൈവത്തിന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് താനും അല്ലെ. അതിനെപ്പറ്റി തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹനനയാഗങ്ങൾ ചെയ്യുന്നു, ഹോമയാഗങ്ങൾ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അല്ലെ. ഞായറാഴ്ച ചർച്ചയിൽ പോകുന്നു, വെനസ്ഡേ പ്രേയറിന് പോകുന്നു, ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രേയറിന് പോകുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ട്. പക്ഷെ ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ ദൈവമായിട്ട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അടുപ്പം, ദൈവത്തോട് സ്നേഹം അതില്ല എന്നുള്ളത് അല്ലെ. അങ്ങനെ ദൈവത്തോട് സ്നേഹം ഇല്ലാത്തതോട് തന്നെ ദൈവത്തോട് നന്ദിയും ഇല്ലെന്ന് ചുരുക്കം അല്ലെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് 12ാമത്തെ വാക്ക്, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക എന്ന് വെച്ചാൽ സ്തോത്രയാഗം ഒന്നും അർപ്പിക്കുന്നില്ല അല്ലെ. പ്രേസ് ചെയ്യുന്നത്, വർഷിപ്പ് ചെയ്യുന്നത്, ഹൃദയത്തിനുള്ളിൽ നിന്ന് നന്ദി പറയുന്നില്ല അല്ലെ. അവിടെ നന്ദിയില്ല, ഹൃദയത്തിനുള്ളിൽ നന്ദിയില്ല. പുറമേ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, പുറമേ എല്ലാം സ്പിരിച്വൽ അത് തോന്നിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരവസ്ഥ അല്ലെ. അപ്പൊ അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാർ വെറുതെ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായി തീരുന്നു. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാകുന്നതിന് വേണ്ടിയല്ല, നമ്മളെ ക്രിസ്ത്യൻസ് ആയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. നമ്മളെ ക്രിസ്ത്യൻസ് അല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, പുത്രന്മാരാണ് അല്ലെ. യേശു ഇങ്ങനെ പറഞ്ഞിരിക്കും, യേശുവിനെ പറ്റി ഇങ്ങനെ പഠിക്കുന്നത്, യേശു തന്റേതിലേക്ക് വന്നു അല്ലെ. ഹി കെയിം ടു ഹിസ് ഓൺ, അവന്റേതിലേക്ക് വന്നു. പക്ഷെ അവനെ സ്വീകരിച്ചില്ല. പക്ഷെ സ്വീകരിച്ചവർക്ക് പവർ കൊടുത്തു, ദൈവത്തിന്റെ പുത്രന്മാരാകുന്നതിനും ദൈവത്തിന്റെ മക്കളാകുന്നതിനുള്ള പവർ കൊടുത്തു അല്ലെ, റൈറ്റ് കൊടുത്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ മക്കളാണ്, നമ്മൾ ക്രിസ്ത്യൻസ് അല്ല. ക്രിസ്ത്യൻസ് എന്നുള്ള വേർഡ് വന്നത് ലോകത്തിൽ നിന്നാണ്. ആന്റിയോക്കിലുള്ള ആൾക്കാർ കൊടുത്ത പേരാണ്, യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ കൊടുത്ത പേരാണ് ക്രിസ്ത്യൻസ്. പക്ഷെ ദൈവം കൊടുത്ത പേരല്ല, ദൈവം കൊടുത്തിരിക്കുന്ന പേര് മക്കൾ എന്നുള്ള, പുത്രന്മാരെന്നുള്ള പേര്. അങ്ങനെ പുത്രന്മാരെ ഒരു ബന്ധം വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് ബന്ധമില്ല. അങ്ങനെയാകുമ്പോൾ അതെങ്ങനെ ശരിയാകുന്നു ഒന്ന് വിചാരിച്ചു. നമ്മള് പ്രസവിച്ച് വളർത്തിയ കുഞ്ഞുങ്ങൾ, അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധവും നമ്മളോട് ഇല്ലെങ്കിൽ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അവർ സ്കൂളിൽ പോകുന്ന, അവർ പഠിക്കുന്നത്, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും ഒന്ന് വിചാരിച്ചു നോക്കി. അപ്പൊ അത് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിനക്കൊന്നും എന്നോട് ഒരു ബന്ധവുമില്ല, നീ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, വാസ്തവം, നീ കുറച്ച് യാഗങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, നീ ചർച്ചിലൊക്കെ പോകുന്നുണ്ട്, നീ ബൈബിള് വായിക്കുന്നൊക്കെ പറയുന്നുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് പ്രേസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ വാസ്തവം, നീ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നോടൊരു നന്ദിയില്ല, നിനക്ക് എന്നോടൊരു ബന്ധവുമില്ല അല്ലെ. അപ്പൊ അതേപ്പറ്റിയാ ദൈവം പറഞ്ഞപ്പോ. അപ്പൊ 2 കാറ്റഗറി ആയിട്ട് ദൈവത്തിന്റെ മക്കളെ തിരിച്ചിരിക്കുന്നു ഇവിടെ. ഒന്നാമത്തെ ആൾക്കാർ എന്ന് വെച്ചാൽ പുറമേ കാര്യങ്ങൾ ചെയ്യുന്നവർ, പക്ഷെ അകമേ ഒരു ബന്ധവും ഇല്ലാത്തവർ. ഇനി 16ാമത്തെ വാക്കോട്ട് പറഞ്ഞിരിക്കുക. അപ്പൊ ദൈവം ഇവിടെ പറയാം, നീ 14ാമത്തെ വാക്ക് പറയാം, ദൈവം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുക. അപ്പൊ ദൈവം പറയുക,
നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പറയാ, നീ എന്നോട് നന്ദിയുള്ളവനായിരിക്കും, നീ സ്തോത്രം ചെയ്യുക. അല്ല നിനക്ക് നീ എന്നോട് പറഞ്ഞിരിക്കുന്ന വൗസ് അല്ല നേർച്ചകളല്ല അത് കഴിക്കുക, നീ എന്റെ ട്രാക്കിലാകുക. അതിനുശേഷം നീ കഷ്ടകാലത്ത് നിന്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കഷ്ടകാലങ്ങൾ വരികയാണെങ്കിൽ നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ് അല്ലെ. പക്ഷെ അതിന് മുമ്പായിട്ട് നീ എന്നോട് ഒരു ബന്ധം നീ സ്ഥാപിക്കുക. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഒരു ഹൃദയത്തിൽ നിന്ന് നീ എനിക്കൊരു നന്ദി പറയൂ, നീ എന്നെ ഒന്ന് സ്തുതിക്ക് എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒരു പിതാവിന്റെ കരച്ചിലായതല്ല, പിതാവ് സംസാരിക്കും മക്കളോട് പറയും, നീ എന്നോട് ഒരു ബന്ധം സ്ഥാപിക്കും മകനെ എന്ന് പറഞ്ഞിരിക്കുക. ഇനി 16ാമത്തെ വാക്കിട്ട്, എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നത്. അപ്പൊ ദൈവം തന്റെ മക്കളെ വിളിച്ചിരിക്കുക, എന്താ പറയണേ, ജഡ്ജ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് പറയാം, ഇപ്പൊ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ഒരു യാതൊരു വിധത്തിലും ബന്ധവുമില്ല, എന്താ പറയാ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നടക്കുന്ന ആൾക്കാർ അല്ലെ. ബാക്കിയുള്ളവര് ദുഷ്ടൻ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇനി ദുഷ്ടന്മാരുടെ കാറ്റഗറിപ്പെട്ടവർ ആരാന്ന് വിചാരിക്കുക. ദുഷ്ടനോട് ദൈവം അരുളി ചെയ്തു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിൽ എടുക്കാനും നിനക്കെന്ത് കാര്യം. അപ്പൊ ചട്ടങ്ങളെ അറിയിക്കുന്നവനും നിയമത്തെ വായിലെടുക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ മക്കള് ചുരുക്കം അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ചുപേരെ ദൈവം വിളിക്കുവാണ്, നീ എന്താ പറയുക, ദുഷ്ടൻ അല്ലെ, വിക്കഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞിരിക്കുക. 17ാമത്തെ വാക്കോട്ട്, നീ ശാസനയെ വെറുക്കുന്നു, എന്റെ വചനത്തെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിഴയ്ക്കുന്നു, നീ ഇരുന്നു നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. അപ്പോ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കും, നീ എന്റെ ശാസന വെറുക്കുന്നു അല്ലെ. ദൈവത്തിന്റെ കൽപ്പനയെ വെറുത്തുകൊണ്ട്, ദൈവത്തിന്റെ ശാസനയെ വെറുത്തുകൊണ്ട്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാതിരിക്കുന്ന വ്യക്തികൾ അല്ലെ, ശാസിക്കുന്നതിനാണ് ദൈവം. കാരണം എന്താ വെച്ചാൽ സ്നേഹമുള്ളത് കൊണ്ട് അല്ലെ, ദൈവത്തിന്റെ വഴി കൂടെ നമ്മൾ നടക്കണം എന്നുള്ളത് കൊണ്ട് അല്ലെ. ദൈവത്തിന്റെ വചനം ജീവിക്കുന്ന വചനമാണ്, അതിന് ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് അല്ലെ. അതിന് നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റാനും ആവശ്യമുള്ളത് കൂട്ടിയോജിപ്പിക്കാനും കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെ ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മളെ എന്താ പറയാ, ശാസിക്കുമ്പോൾ അത് വെറുക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അല്ലെ. എന്റെ വചനം നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നു. അപ്പൊ വചനത്തെ നമ്മള് വെറുതെ വേസ്റ്റ് ആയി കളയുന്ന, നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്ന വ്യക്തി അല്ലെ. വായിക്കുന്ന വചനത്തെ, ദൈവത്തിന്റെ വചനത്തെ ഒരു മൈൻഡും കൊടുക്കാതെ അല്ലെ, വെറുതെ എന്താ പറഞ്ഞ ദൈവത്തിന്റെ ശാസനയെ വെറുതെ നടക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ അല്ലെ. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാതിരിക്കുന്ന ആൾക്കാർ. അതേ സമയത്ത് ഞായറാഴ്ച ചർച്ചിലൊക്കെ പോകും, പക്ഷെ ദൈവമായിട്ട് യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഇല്ല, ദൈവം പറയുന്നത് കേൾക്കത്തില്ല, ദൈവത്തിന്റെ വചനം വായിക്കത്തില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന എത്രയോ പേര് ഉണ്ടല്ലേ. ഇനിയിപ്പോ നീ ശാസനയെ വെറുക്കും, എന്റെ വചനത്തെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെക്കാൾ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൊള്ളുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കള്ളനെക്കാൾ നീ അനുകൂലപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യൻ കള്ളം ചെയ്ത് കാര്യം മനുഷ്യൻ നിന്ന് സ്റ്റീൽ ചെയ്ത് അല്ലെ, മോഷ്ടിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ആൾക്കാർ ഒരുപാട്. സമാധാനം മോഷ്ടിച്ച് കളയുന്ന ആൾക്കാർ അല്ലെ, സന്തോഷം, കുടുംബത്തിന്റെ സന്തോഷം അത് നശിപ്പിക്കുന്നവർ അല്ലെ. ഇനി അതൊക്കെ പോട്ടെ, താഴ്ത്തു ഓഫറിങ്ങും മോഷ്ടിച്ചെടുക്കുന്ന എത്രയോ പാസ്റ്റർമാരുണ്ടല്ലേ. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി, അവർക്ക് ജെറ്റുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടി, അവരുടേതായിട്ടുള്ള ധൂർത്ത തരത്തിലുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടി പാവം മനുഷ്യരുടെ കയ്യിൽ നിന്ന് എത്രയോ പണം അടിച്ചു മാറ്റുന്ന എത്രയോ പാസ്റ്റർമാരുണ്ട്. അവരെ കാണുമ്പോൾ അവരൊക്കെ എന്തൊക്കെയോ വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അനുകൂലപ്പെടുക, അവരുമായിട്ട് ഒട്ടിച്ചേരുന്ന എത്രയോ ക്രിസ്ത്യൻസ് ഉണ്ടല്ല. പാസ്റ്റർമാര് പേടിപ്പിച്ച് ഇരിക്കുന്ന എത്രയോ ക്രിസ്ത്യൻസ് ഉണ്ട്. അത് അവരുടെ പേടിയിൽ ഇങ്ങനെ ജീവിച്ചു വന്ന എത്രയോ ക്രിസ്ത്യൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു, വ്യഭിചാരികളെ നീ പങ്കുകൊണ്ടു. വ്യഭിചാരികൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇസ്രായേല് വേറെ ദൈവങ്ങളെ ബാലിനെയൊക്കെ വർഷിപ്പ് ചെയ്യാൻ പോയപ്പോ ദൈവം ഇസ്രായേലിനെ വിളിച്ച കാര്യം എന്താ വെച്ചാൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ യേശുവിനെ അല്ല വേറെ എന്തിനെയും നമ്മൾ വർഷിപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, നമ്മള് വേറെ എന്തിനും അല്ലെ, യേശു അല്ലാതെ വേറെ എന്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതിനെല്ലാം അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഐഡൽ വർഷിപ്പ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വിഗ്രഹാരം നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വിഗ്രഹത്തെ എടുത്ത് മുമ്പിൽ വെച്ച് എന്താ പറയുക വാഴ്ത്തണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ യേശു അല്ലാതെ ദൈവത്തോടല്ല വേറെ എന്തിനോടെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് നമ്മൾ വിഗ്രഹാരം നടത്തുവാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, വിഗ്രഹാരാധികളെ ദൈവം വിളിക്കുന്ന ഒരു പേരാണ് വ്യഭിചാരികൾ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വ്യഭിചാരികളെ
നിങ്ങളോട് നീ പങ്കുകൊണ്ടുവന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടുന്ന വ്യക്തികൾ അല്ലെ. കള്ളന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അനുകൂലിക്കുന്നവര്, വേറെ കാര്യത്തിന് ഇമ്പോർട്ടൻസ്, ദൈവത്തിനല്ല വേറെ എന്ത് പല കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നടക്കുന്ന ആൾക്കാരുടെ ആയിട്ട് സഹകരിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചർച്ചിലുണ്ട്. അവരുടെ കൂടെ കൂടുന്ന ആൾക്കാർ അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിടയ്ക്കുന്നു അല്ലെ. അപ്പൊ നമ്മളുടെ നാവ്, അതിൽ നിന്ന് വരുന്ന വാക്കുകൾ എത്ര കൃത്യമായിട്ടുള്ളതായിരിക്കും, എത്ര പരിശുദ്ധമായിരിക്കണം എന്നുള്ള കാര്യം ദൈവം വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, നമ്മുടെ നാവിന്റെ ബലത്തിലുള്ള ജീവനും മരണവും ഇരിക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് തോന്നിയ പോലെ തോന്നിയ രീതിയിൽ സംസാരിക്കാൻ അല്ല ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത് അല്ലെ. അതിനുവേണ്ടി അല്ല നമ്മൾ ദൈവം എന്താ പറയാ നമ്മുടെ പാപത്തിൽ നിന്ന് ഉയർത്തി എഴുന്നേൽപ്പിച്ച് നമുക്കൊന്ന് പുതിയ ജീവൻ തന്നിരിക്കുന്നത് അല്ലെ. നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. എല്ലാ ആയിട്ട് പറയുന്ന ഓരോ വാക്കും നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ നാവിനെ നീ ദോഷത്തിന് വിട്ടുകൊടുത്തു, നിന്റെ നാവ് വഞ്ചന പിടയ്ക്കുന്നു. അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് വഞ്ചന സംസാരിക്കാൻ അല്ലെ, മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, ചതി സംസാരിക്കാനൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ നാവിനെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. എത്രയോ പേരുകളുണ്ട് ഓരോ ചർച്ചിലും. മറ്റേ വേറെ എന്താ പറയാ ചർച്ച് മെമ്പേഴ്സ് ചതിക്കുന്ന ആൾക്കാരല്ല, അവരെ ദ്രോഹിക്കുന്ന ആൾക്കാർ, അവരെ വാക്കുകൊണ്ട് അല്ലെ ദ്രോഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഗോസിപ്പ് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞു 21ാമത് വാക്ക്, ഇവ നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലുള്ളവൻ എന്ന് നീ നിരൂപിച്ചു, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു നിന്റെ കണ്ണിന് മുമ്പിൽ അവയെ നിർത്തിവെക്കും. അപ്പൊ ഇങ്ങനെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ, ദൈവത്തിന്റെ എന്താ പറയുക ശിക്ഷണം അനുസരിക്കാതെ നടക്കുന്ന, ദൈവത്തിന്റെ വചനം വെറുതെ പാറിക്കളയുന്ന ആൾക്കാര്, പിന്നെ എന്താ പറയാ ദൈവം നമ്മളോട് എല്ലാ സ്പിരിറ്റുകളെയും നോക്കിക്കൊണ്ട് അല്ല എന്ന് വെച്ചാല് എന്താ പറയാ ഡിസൈൻമെന്റോട് കൂടി ജീവിക്കാൻ നമ്മൾ പറയുമ്പോൾ, എല്ലാത്തിനും ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ എന്ന് പറയുമ്പോൾ, ഈ എല്ലാ പാസ്റ്റർമാരും ശരിക്കും ഉള്ളത് ദൈവത്തിലായിരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നില്ല, എല്ലാ കോൺഗ്രേഷൻ മെമ്പേഴ്സും ദൈവത്തിലുള്ളവരായിരിക്കണം എന്നില്ല. അപ്പൊ അവരെല്ലാം അനുകൂലിച്ച്, മോശപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെല്ലാം അനുകൂലിച്ച് നടക്കുന്നവര് അല്ലെ, എന്താ പറയാ ദൈവത്തെ അല്ലാതെ വേറെ പലതിനെയും വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യഭിചാരികളായിരിക്കുന്നവർ ചർച്ചിലുള്ളവർ അല്ലെ. പിന്നെ പറയാ നമ്മുടെ നമ്മുടെ വാക്കിനെ നമ്മള് എന്താ പറയാ ദുഷ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ഈവിളായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇവരെല്ലാം ദൈവം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് വെച്ചാല് എന്താ വിക്കഡ് ആയിട്ടുള്ള ദുഷ്ടന്മാർ എന്നുള്ള വാക്കാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയോ പേരുണ്ട് നമ്മുടെ ചർച്ചിലൊക്കെ അല്ലെ, ഗോസിപ്പ് പറയുന്നവര്, മറ്റുള്ളവർക്ക് പാര വെക്കുന്നവര്, സഹോദരങ്ങളുമായിട്ട് അടിയുണ്ടാക്കുന്നവര് അല്ലെ. എന്താ പറഞ്ഞ ഇവിടെ 20ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, നീ ഇരുന്ന് നിന്റെ സഹോദരന്റെ വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. അപ്പൊ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സഹോദരൻ എന്ന് പറയുമ്പോൾ ചർച്ചിലുള്ള മെമ്പേഴ്സ്, നമ്മൾ കൂട്ടു സഹോദരന്മാര്. അപ്പൊ എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാര വെച്ചുകൊണ്ട് എത്രയോ ചർച്ചിൽ എന്തുമാത്രം അടികളാണ് നടക്കുന്നത് ഓരോ ചർച്ചിന്റെ കാര്യത്തിലൊക്കെ. രണ്ടാമത്തെ കാര്യം നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം എത്രയോ ആൾക്കാർക്ക് സ്വന്തം സഹോദരങ്ങളുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥ അല്ലെ. വിശ്വാസികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, കേസ് കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാം കൊരിന്ത്യൻ ചർച്ചിന്റെ പ്രശ്നം തന്നെയുണ്ട്, പരസ്പരം കേസ് കൊടുക്കുന്ന ആൾക്കാർ അല്ലെ, വിഗ്രഹാരാധന നടത്തുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ. ഇപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ദൈവം പറയും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും നടക്കുന്നു. അന്ന് കൊരിന്ത്യൻ ചർച്ചിന്റെ സമയത്ത് തന്നെയല്ല, ഇന്നും നടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി ദുഷ്ടന്മാർ അല്ലെങ്കിൽ വിക്കഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 21ാമത്തെ വാക്കോട് പറയാ, നീ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലുള്ളവൻ എന്ന് നിരൂപിച്ച്, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ചു നിന്റെ കണ്ണിൽ മുമ്പിൽ അവയെ നിരത്തി വെക്കും. അപ്പൊ ഞാനിത് മിണ്ടാതിരുന്നപ്പോ, നിനക്ക് സമയം തന്നപ്പോ, ഗ്രേസ് തന്നപ്പോ, അതിൽ നിന്നെല്ലാം പുറത്തു വരാൻ വേണ്ടി ഗ്രേസ് തന്നപ്പോ നീ വിചാരിച്ചു ഞാൻ നിന്നെ പോലെ ഒരുത്തനാണ് അല്ലെ, നീ വിചാരിച്ചു നീ ചെയ്യുന്നതെല്ലാം അപ്രൂവ് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ. അങ്ങനെയുള്ളവരല്ല ഞാൻ നിന്റെ കൂട്ടത്തിൽ കൂടുന്നവനാണ് എന്നാണ് നീ വിചാരിക്കുന്നത്. 22ാമത്തെ വാക്കോട് പറയുക, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളഞ്ഞു വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുന്നവൻ തന്നെ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്നെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷ കാണിക്കും. അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക,
ദൈവത്തെ മറക്കുന്ന വ്യക്തികളാണ് ഇവരെല്ലാം, അല്ലെ? ദുഷ്ടന്മാരായിരിക്കുന്നവർ, അല്ലെ? ദൈവത്തിന്റെ വചനം കേൾക്കുക, ദൈവത്തിന്റെ വചനത്തെ വെറുതെ പാറ്റിക്കളഞ്ഞു, ദൈവത്തിന്റെ എന്താ പറയാ ശാസനങ്ങളെ വെറുത്തുകൊണ്ട് അവനോട് ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്ന വ്യക്തികൾ, വാഗൊണ്ട് പറയുന്നതും പറയാത്തതും പറയരുതാത്തതുള്ള കാര്യങ്ങൾ പറയുന്നത്, ഗോസിപ്പ് പറഞ്ഞ് മറ്റുള്ള മനുഷ്യരെ ദ്രോഹിക്കുന്ന വ്യക്തികൾ, സ്വന്തം കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ, അതിരുതർക്കം സ്വന്തം സഹോദരങ്ങളുമായിട്ട് കൂടെ അതിരുതർക്കം ഉണ്ടാക്കുന്ന വ്യക്തികൾ, അല്ലെ? എന്താ പറയാ വലിപ്പച്ചെറുപ്പം അനുസരിച്ച് മറ്റുള്ളവരെ പാർഷ്യാലിറ്റിയോട് കാണുന്ന ആൾക്കാർ, കള്ളനെ പോലുള്ള ആൾക്കാരുടെ പുറകെ, അല്ലെ? എന്താ പറയാ അവരെ അനുകൂലിച്ചുകൊണ്ട് കയറുന്നവര്, അങ്ങനെയുള്ള വ്യക്തികളാണ്. വ്യഭിചാരികളായിട്ടുള്ള വ്യക്തി, വേറെ പലതിനും ഇഷ്ടപ്പെടുന്നവർ, ദൈവത്തെ അല്ല വേറെ പലതിനും ഇഷ്ടപ്പെടുന്ന വ്യക്തി, അങ്ങനെയായിട്ടുള്ള ആൾക്കാരോട് പറയുക, അല്ലെ? നീ ദുഷ്ടന്മാരാണ്. അപ്പൊ അവരെ പറ്റിയും പറയുക, ദൈവത്തെ മറക്കുന്നവരെ എന്ന് വിളിക്കുക, ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളഞ്ഞ് വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. അപ്പൊ ഇങ്ങനെ പറയുക, ദൈവത്തെ മറക്കുന്ന വ്യക്തികൾ നീ ഓർത്തുകൊള്ളും, ഞാൻ നിന്റെ കൂട്ടത്തിൽ പെടുന്നവനല്ല, അല്ലെ? ഞാൻ നിന്റെ കൂട്ടത്തിൽ പെടുന്നവൻ, ഞാൻ സൈലന്റ് ആയിരുന്നു, അത് വാസ്തവം, പക്ഷെ ഞാൻ നിന്റെ കൂട്ടത്തിൽ പെടുന്നവനല്ല. നിന്റെ ഇങ്ങനെ പറഞ്ഞിക്ക്, എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൽ മുമ്പിൽ അവയെ നിരത്തി വെക്കും. ദൈവത്തെ മറക്കുന്നവർ, അല്ലെ പറഞ്ഞു, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനോ ദൈവത്തിന്റെ രക്ഷക്കാണ്. അപ്പൊ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവനാവുക, ദൈവമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്നവരായിരിക്കുക, വൃത്തികെട്ട രീതിയിലുള്ള ജീവിതം ജീവിക്കാതെ അതിനെല്ലാം എന്താ പറയാ കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് ദൈവത്തിലേക്ക് വരിക, ദൈവത്തെ എന്താ പറയാ അനുസരിക്കുന്ന വ്യക്തികളായിരിക്കുക, ദൈവത്തിന്റെ ശാസന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക. അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പൊ ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൾ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും എന്ന് ദൈവം പറഞ്ഞിരിക്കുക. 22ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, ദൈവത്തെ ഓർക്കാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ കീറപ്പെട്ട വ്യക്തികളായിരിക്കും, ദൈവം നശിപ്പിച്ചു കളയുന്ന വ്യക്തികളായിരിക്കും, ദൈവത്തെ നശിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്ന ഇപ്പൊ 7 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ജീവിതം ജീവിക്കുകയും സ്പിരിച്വൽ ആയിട്ടുള്ള ജീവിതം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തി, എന്ന് വെച്ചാൽ ദൈവമായിട്ട് ഒരു കണക്ഷനിലായിരിക്കുന്ന വ്യക്തി, അതേ സമയത്ത് തന്നെ എന്താ പറയുന്നത് ചർച്ചിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും, ദൈവം അല്ലെ വർഷിപ്പ് കൂടുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ, പക്ഷെ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലായിരിക്കുന്ന വ്യക്തികൾ. പക്ഷെ അടുത്ത കാറ്റഗറിയെ പറ്റി പറഞ്ഞ് ദുഷ്ടന്മാരെന്ന് പറഞ്ഞേക്കും, ദൈവമായിട്ട് യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഇല്ല, ദൈവത്തെ അനുസരിക്കുകയോ ഇല്ല, ഒരു അനുഗ്രഹമായിട്ട് തീരാത്ത എന്താ പറയാ ദൈവത്തിന്റെ ശാസനയെ വെറുത്തോട് ജീവിക്കുന്ന ദുഷ്ടരായിട്ടുള്ള വ്യക്തികളെ പറ്റി പറഞ്ഞു. അവരോടും ദൈവം പറഞ്ഞിരിക്കുക എന്താന്ന് വെച്ചാൽ, നിന്നെ ഞാൻ ഷെയർ ചെയ്യുമല്ലോ, നീ നിന്നെ തന്നെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ, എന്ന് പറയാം, ഞാൻ നിന്നെ കീറിക്കളയുമെന്ന് പറഞ്ഞിരിക്കുന്നു, വിടിവെപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ലെന്ന് പറയുമ്പോൾ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവർ തന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവർ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കുന്നു. അപ്പൊ നമ്മളുടെ നടപ്പിനെ ക്രമപ്പെടുത്തുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന സ്വന്തം പുത്രന്മാരാകുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ നമുക്ക് തോന്നിയ രീതിയിൽ ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടിയല്ല. ദൈവത്തിന്റെ വചനം അനുസരിക്കാതിരിക്കുന്ന വ്യക്തികളെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് ദുഷ്ടന്മാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ദുഷ്ടനാണ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാതെ, ദൈവത്തിന്റെ കറക്ഷൻ അനുസരിച്ച് ജീവിക്കാതെ, ദൈവത്തിന്റെ വഴികൾ നടക്കാതെ, നമുക്ക് തോന്നുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട്, തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, പലതിനെയും ആരാധിച്ചുകൊണ്ട്, പക്ഷെ എന്നാലും അതേ സമയത്ത് ഞാൻ ക്രിസ്ത്യനാന്ന് പറയുകയും ഇടയ്ക്കിടയ്ക്ക് ചർച്ചിൽ വരികയും ചെയ്യുന്ന ആൾക്കാരെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നു, അല്ലെ? ഇവരൊന്നും ദൈവത്തിന്റെ മക്കളല്ല എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ദൈവം പറയുക, ഞാൻ നിന്നെ ടയർ ചെയ്ത്, ഞാൻ നിന്നെ വലിച്ചു കീറിക്കളയും. അപ്പൊ അതിന് പകരമായിട്ട് അങ്ങനെ വലിച്ചു കീറപ്പെടാതിരിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് റിപ്പന്റ് ചെയ്തുകൊണ്ട്, നമ്മള് എന്താ പറയുക ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ച് ദൈവത്തിലേക്ക് ചെല്ലണം, ദൈവത്തിലായിത്തീരണം, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ഈ ലോകത്ത് ദൈവം തന്നിരിക്കുന്ന ജീവിതം വെറുതെ ചർച്ചിലും പോയി ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞ് ജീവിക്കാനുള്ള ജീവിതമല്ല, യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടി, അല്ലെ? യേശുവിന്റെ DNA ദൈവപിതാവ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത്, അല്ലാതെ വെറുതെ ക്രിസ്ത്യൻ ആകുന്നതിന് വേണ്ടിയില്ല. അപ്പൊ ദൈവത്തെ യേശുവിനെ പോലെ ആയിത്തീരുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക, അതായിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ്, അല്ലെ? അല്ലാതെ തോന്നിയ രീതിയിലുള്ള ജീവിതത്തെ പറ്റിയല്ല ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം ക്രിയേഷൻ മൊത്തം നമ്മളുടെ മാനിഫെസ്റ്റേഷന് വേണ്ടി, ദൈവത്തിന്റെ മക്കളുടെ മാനിഫെസ്റ്റേഷന് വേണ്ടി, വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്, അല്ലെ? അപ്പം കാര്യം വെച്ചാൽ ദൈവം തന്നെ ക്രിയേഷന് മൊത്തം, സൃഷ്ടിയെ മൊത്തം എന്താ പറയാ സബ്ജക്റ്റഡ് ആക്കി, ഫോഴ്സ്ഫുൾ സബ്ജക്റ്റ് ആക്കിയിരിക്കുകയാണ്, അല്ലെ? ഫ്യൂട്ടിലിറ്റിക്ക് ആയിട്ട്.
പക്ഷെ അപ്പൊ നാശത്തിൽ അല്ലെ DKയിൽ ഇങ്ങനെ സബ്ജക്റ്റ് ആക്കി വെച്ചിരിക്കുക. അപ്പൊ ദൈവം അല്ല ഈ സൃഷ്ടി നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് എന്താ പറയുക കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മള് യേശുവിന്റെ മക്കളെ പോലെ യേശുവിനെ പോലെ നമ്മൾ ബിഹേവ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത്. അല്ലാതെ നമുക്ക് തോന്നിയ രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയല്ല. ദൈവം നമ്മളെ എന്താ പറയാ കീറിക്കളയുക തന്നെ ചെയ്യും. നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറയാം. അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ ഈ സമയത്ത് നന്ദി പറയുന്ന കർത്താവിനോട് ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് അങ്ങയുടെ വചനത്തിനായിട്ടും കർത്താവ് ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്നതിനായിട്ടും കർത്താവെ അങ്ങയുടെ ഗ്രേസ് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അങ്ങയുടെ കറക്ഷൻ അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം അപേക്ഷിക്കുന്ന യേശുവിൻ നാമേ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്ന യേശുവിൻ നാമേ. ഇത് കേട്ടാൽ നന്ദി. ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.